Hello guys, welcome back to YouTube channel. It's me, Chins. ഇത് ഞാൻ പോണ അന്നാണ് കേട്ടോ. അപ്പോൾ എന്നെ കാണാൻ വേണ്ടി നമ്മുടെ ഡിങ്കുവും പിന്നെ അമ്പാച്ചനും വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സാണ്. ആയിരിക്കണ ആളായിരുന്നു എൻ്റെ ആദ്യത്തെ ഫോട്ടോഗ്രാഫർ. പിന്നെന്താ, ഞങ്ങളുടെ ഇവിടെ റെഡിയായി പോകാൻ പോവാണ്. നേരം അതിന് മുമ്പേ എന്നോട് അച്ഛൻ കുറേ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് വിഷമിക്കല്, ഒറ്റക്കാണെന്ന് തോന്നുന്നില്ല, അതൊക്കെയാണ് പറയണത്. അത് ചിലപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഒന്ന് ക്യാമറ നോക്കിക്ക്, ഒന്ന് ചിരിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് അച്ഛൻ ചിരിച്ചു. പിന്നെ ഞങ്ങളെന്താ പോകാൻ വേണ്ടി റെഡിയാകുക. നമ്മൾ നേരെ പോണത് ചാച്ചൻ്റെയും അമ്മയുടെ അടുത്താണ്, ജോൺചാൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് വല്യമ്മച്ചിനെ കാണണം. ആൾ ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ പോയപ്പോഴത്തേക്കും. അപ്പോൾ വല്യമ്മച്ചിനെ കാണണം. അപ്പോൾ നമ്മൾ പോണ വഴിയാണിത്. നമ്മളവിടെ ചെന്നിട്ട് വല്യമ്മച്ചിനെ കാണാൻ വന്നേക്കാണ്. വല്യമ്മച്ചി അവിടെ ഇരിപ്പുണ്ടായി. ഇവിടെ എല്ലാവരും ബഹളവും കളിയായും ചിരിയൊക്കെയാണ്. പിന്നെ വല്യമ്മച്ചിയായിട്ടുള്ള വീഡിയോ എടുക്കാൻ ആൾ ഭയങ്കര കരച്ചിലായതുകൊണ്ടാണ്. നമ്മുടെ അരൂര് പാലാണ്. ആ അതിൻ്റെ അപ്പുറത്ത് ട്രാക്കുണ്ട്, അതേ കൂടെ ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കുടും കുഞ്ഞപ്പനൊക്കെ അത് നോക്കി ഭയങ്കര എക്സൈറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ എയർപോർട്ടിൽ പോകാൻ വേണ്ടി നമ്മൾ അണ്ണനും മണിക്കൂട്ടാണ്ണനും ചേച്ചിയും കുഞ്ഞപ്പനും ചാച്ചനും അമ്മയും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. ഇത് കണ്ട, ഇതിലൊരു താജ്മഹൽ ലുക്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഈ പള്ളി കാണാനൊരു അത് വൈകുന്നേരം പോകുമ്പോഴത്തേക്കുണ്ടല്ലോ, ആ സണ്ണിൻ്റെ ലൈറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്ക് നല്ല രസമായിട്ടിരിക്കും. നമ്മുടെ ആഗ്രയിൽ പോയില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരു താജ്മഹൽ വന്നല്ലോ. ഓക്കെ, പിന്നെ ഞാനും ഒക്കെ ആയിട്ട് ചുമ്മാ റീൽസൊക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ തക്കുടും വന്നു. അതൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ എൻ്റെ ബയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്നെ ഫോളോ ചെയ്യാത്തവർ പോയി ഫോളോ ചെയ്യാം. പിന്നെ നമ്മളവിടെ ചെന്നിട്ട് കുറേ സമയം നമുക്ക് ടൈം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങളെന്താ അവിടെയൊക്കെ നിന്ന് റെസ്റ്റ് എടുത്ത്, എയർപോർട്ടിന് മുമ്പ് ഒരു സ്ഥലമില്ലേ, അപ്പോൾ അവിടെ ഇത് കുറേ മാവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാങ്ങയൊക്കെ പറിച്ച് ടേസ്റ്റൊക്കെ ചെയ്ത് കുറേ മാങ്ങ നമ്മൾ പാർക്ക് ചെയ്ത് അവിടെ തന്നെ മാങ്ങ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പൂട്ടെത്താറായി. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ, കുറേ വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു പകൽ സമയത്ത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ വന്നത്. കാരണം മിക്കവാറും ഇപ്പോൾ ജോൺചേട്ടനെ വിളിക്കാനാണെങ്കിലും അക്കേനെ ആക്കാനാണെങ്കിലും വിളിക്കാനാണെങ്കിലും നിങ്ങൾ നൈറ്റ് ഒരു വെളുപ്പിന് ടൈമിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പകൽ വന്നത്. എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് അതിൻ്റെ നേരം വെളുത്തിരിക്കുമ്പോൾ പോകണമെന്ന്. അതിന് പ്രധാന കാരണം എനിക്ക് വിൻഡോ സീറ്റ് വേണമെന്നായിരുന്നു. അതിൻ്റെ ട്വിസ്റ്റ് ഞാൻ പിന്നെ കാണിച്ചത് ഫസ്റ്റ് ടൈമുള്ള എൻ്റെ യാത്രയാണ്. സാധനമൊക്കെ പിടിച്ചില്ല, ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഒറ്റയ്ക്ക് ഭയങ്കര പോസ്റ്റായിരുന്നു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അങ്ങനെയൊക്കെ നടന്നു. പിന്നെ ഞാൻ അകത്ത് കയറി എല്ലാം ചെക്കിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് തക്കൂട് കരഞ്ഞിട്ട് അകത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ കാണാൻ വേണ്ടി ഒരു ഏരിയ വരെ വരാമല്ലോ. പക്ഷേ അതിനുള്ളിൽ ഞാൻ അതിന് മുമ്പ് കയറിപ്പോയി. നമ്മളിപ്പം ഫ്ലൈറ്റിന് ടൈമായി. അപ്പം ഞാൻ അങ്ങനെ നടന്നു പോകുവാണ്. എവിടെയോ നമ്മുടെ ഫ്ലൈറ്റ് കിടപ്പുണ്ട്. അപ്പോൾ നേരെ നമ്മളങ്ങനെ നടക്കുവാണ്. ശോകമോ നമ്മളങ്ങനെ ആ സീറ്റിലൊക്കെ കയറിയിരുന്നു. ഞാൻ ഏറ്റവും ഫ്രണ്ടിലായിരുന്നേ. എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല ഗൈസ്. ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കണം. അപ്പോഴാണ് എനിക്ക് ഫുഡും നൂഡിൽസും കോൾഡ് കോഫിയും പിന്നെ വാട്ടറും പിന്നെ എനിക്ക് ചോക്ലേറ്റൊക്കെ കിട്ടിയായിരുന്നു എനിക്ക്. പിന്നെ അതൊക്കെ കഴിച്ച് ഇങ്ങനെ ബോറടിയൊക്കെ മാറ്റി പിന്നെ ഞാൻ ഉറങ്ങി. ഫ്ലൈറ്റിനകത്ത് ഒരുപാട് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇത് നമ്മൾ ലാൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഉറങ്ങാൻ നോക്കി, പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക്. നമ്മളിപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ദുബായിലെത്തി. ഒക്കെ അവിടെ നിന്ന് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ മെട്രോയിൽ കയറണം. അപ്പോൾ അതിലോട്ടുള്ള യാത്രയിലാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മെട്രോയിലൊക്കെ കയറി നമ്മളിനി അവിടുത്തെ കുറേ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് ജോൺ ചേട്ടൻ പുറത്ത് ആ ടൈമിൽ വെയിറ്റ് ചെയ്ത് കുറേ പേരായിട്ട് നിൽപ്പുണ്ട്, ജോൺ ചേട്ടനും ഫ്രണ്ട്സൊക്കെ. അപ്പം ഞാൻ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരെ കാണണം. ഞാൻ വീഡിയോ ഇടാൻ ലേറ്റ് ആവുള്ള പ്രധാന കാരണം ഇവർ തന്നെയാണ്. കാരണം ഞാൻ വന്ന് ലാൻഡ് ചെയ്തപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക്, പക്ഷേ തന്നില്ല, തന്നില്ല. പിന്നെ വേറൊരു ട്വിസ്റ്റൊക്കെ എൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ഇത് നമ്മളൊക്കെയും അമ്മയൊക്കെ വീഡിയോ കോൾ ചെയ്ത് ഞാൻ വന്നപ്പോൾ തന്നെ ഇത് ജോൺ ചേട്ടനെയും കണ്ടു. ജോൺ ചേട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവരാണ് ഞാൻ വർക്ക് ചെയ്യണം അങ്ങോട്ട് ആക്കി തന്നു എല്ലാവരും. പിന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന മനുഷ്യനാണ് എനിക്ക് വീഡിയോ തരാത്തത്. ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല സാധനം. ഭയങ്കര നമ്മുടെ
ഒരു ഫ്ലൈറ്റ് യാത്ര ജേർണിയുടെ വീഡിയോ ഇതുകൊണ്ട് തീരുവാണ്. ബാക്കി വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.